കേരള പിറവി ദിനം നവംബർ 1. ക്ലൈമറ്റ് ആൻഡ് ഹെൽത്ത് ആഫ്രിക്ക കോൺഫറൻസ് 2024 വേദിയാകുന്നത് സിംബാബ്വെ. ഏത് മന്ത്രാലയമാണ് ജലത്തിൻ്റെ കാര്യക്ഷമമായ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൽ ഹി അമൃത് പ്രോഗ്രാം ആരംഭിച്ചത്? ഭവന നഗരകാര്യ മന്ത്രാലയം. നഗരങ്ങളിലെ സുസ്ഥിര വികസനത്തിനുള്ള ആഗോള അംഗീകാരമായ ഷാങ്ഹായ് പുരസ്കാരത്തിന് അർഹമായത്? തിരുവനന്തപുരം. 2024 കേരളശ്രീ പുരസ്കാരം ലഭിച്ച കായിക താരം സഞ്ജു സാംസൺ. മികച്ച കായിക താരങ്ങൾക്കുള്ള 36ാമത് ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായത്? അബ്ദുള്ള അബൂബക്കർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്? NS മാധവൻ. രോഗാണുബാധ മൂലമുള്ള ഏറ്റവും വലിയ പകർച്ചവ്യാധി എന്ന നിലയിലേക്ക് മാറുന്ന രോഗം? ക്ഷയം. MVR മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2024 MVR പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം സീതാറാം യെച്ചൂരി. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത നാടകകൃത്ത്? ഉത്തരം CL ജോസ്. C295 വിമാനങ്ങളുടെ നിർമ്മാണത്തിനായി ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് സ്ഥാപിതമായത്? ഉത്തരം വഡോദര, ഗുജറാത്ത്. ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം? ഉത്തരം MS ധോണി. പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച 7ാമത് സംസ്ഥാനതല കായികമേള? കളിക്കളം 2024. 2024 നവംബറിൽ വിവാഹം നിയമപരമല്ലെങ്കിൽ ഗാർഹിക പീഡനക്കുറ്റം നിലനിൽക്കുന്നില്ലെന്ന് പ്രസ്താവിച്ച ഹൈക്കോടതി? ഉത്തരം കേരള ഹൈക്കോടതി. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്? ഉത്തരം MK സാനു. 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ S സോമനാഥ്. വഴിച്ചെണ്ട എന്ന നോവലിൻ്റെ രചയിതാവ്? ഉത്തരം സുസ്മേഷ് ചന്ദ്രോത്ത്. അടുത്തിടെ iPhone 16 ഉപയോഗവും വിൽപ്പനയും നിരോധിച്ച രാജ്യം? ഉത്തരം ഇന്തോനേഷ്യ. ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലികാവകാശമാണെന്ന് അടുത്തിടെ വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി? ഉത്തരം മദ്രാസ് ഹൈക്കോടതി. കേരളത്തിൽ ഡിജിറ്റൽ ലൈസൻസ് സംവിധാനം നടപ്പിലാക്കി തുടങ്ങിയത്? ഉത്തരം 2024 നവംബർ മുതൽ. കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന നേതാക്കളിൽ പ്രമുഖനായ ഡോക്ടർ പൽപ്പുവിൻ്റെ എത്രാം ജന്മദിനമാണ് 2024 നവംബറിൽ ആചരിച്ചത്? ഉത്തരം 161. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ 4ാമത് ഗുരുസ്മൃതി പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം KG ബാബുരാജ്. മെഡിസബ് പരിഷ്കരിക്കാൻ രൂപീകരിച്ചിരിക്കുന്ന 7-അംഗ വിദഗ്ധ സമിതിയുടെ ചെയർമാൻ ശ്രീറാം വെങ്കിട്ടരാമൻ. വെള്ളാനിക്കര കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള തണ്ണിമത്തൻ ഇനങ്ങൾ? ഉത്തരം സ്വർണ ഷോണിമ. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ ഹ്വാസോങ് 19 ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? ഉത്തര കൊറിയ. അർഹരായ കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം 2.0 പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം ആന്ധ്രാപ്രദേശ്. അസറ്റ് റിക്കവറി ഇൻട്രാജൻസി നെറ്റ്വർക്ക് ഏഷ്യ പസഫിക്കിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഏജൻസി? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കാനുള്ള കുടുംബശ്രീ പദ്ധതി? ഉജ്ജീവനം. ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെ ആഡംബര കൊട്ടാരം ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് വിപ്ലവ മ്യൂസിയം? തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാനായി നിയമിതനായത് ജസ്റ്റിസ് PD രാജൻ. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ദൗത്യമായ ഗഗൻയാൻ ഏത് വർഷം വിക്ഷേപിക്കാനാണ് ഇസ്രോ ലക്ഷ്യമിടുന്നത്? ഉത്തരം 2026. രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രത്തിൻ്റെ രചയിതാവ്? ഡോക്ടർ തോമസ് മാത്യു. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം? മധ്യപ്രദേശ്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് രാജ്യാന്തര പുസ്തകോത്സവ സമിതി നൽകുന്ന ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത്? ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. ബോട്സ്വാനയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്? ഡ്യൂമ ബോക്കോ. സ്പേസ് X ദൗത്യത്തിൽ കുതിച്ചുയർന്ന ആദ്യമായി തടികൊണ്ട് നിർമ്മിച്ച ജപ്പാന്റെ ഉപഗ്രഹം? ലിഗ്നോസാറ്റ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന HLL ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ സാനിറ്ററി നാപ്കിൻ നിർമ്മാർജ്ജന പ്രതിസന്ധിക്ക് പരിഹാരമായി ആർത്തവ കപ്പുകൾ വിതരണം ചെയ്ത പദ്ധതി? തിങ്കൾ. ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരത്തിന് അർഹനായത്? ഡോക്ടർ SD ബിജു. 2024 നവംബറിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഡൊണാൾഡ് ട്രംപ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ പ്രകാശനം ചെയ്ത സുപ്രീം കോടതിയുടെ 3 പ്രസിദ്ധീകരണങ്ങൾ?
കോടതിയുടെ 75 വർഷങ്ങൾ, ഇന്ത്യയിലെ ജയിലുകൾ, നിയമസഹായം. അടുത്തിടെ അന്തരിച്ച ബീഹാറിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്ന പത്മഭൂഷൺ ജേതാവായ നാടോടി ഗായിക ശാരദാ സിൻഹ. മലയാള സാഹിത്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ കൃതികൾ വിവർത്തനം ചെയ്ത അടുത്തിടെ അന്തരിച്ച പ്രമുഖ വിവർത്തകൻ പി. സദാശിവൻ. 2024 നവംബറിൽ അന്തരിച്ച ആദ്യ ലോകസുന്ദരി പട്ടം നേടിയ വ്യക്തി കിക്കി ഹക്കാൻസൺ. ഇന്ത്യയും വിയറ്റ്നാമും ചേർന്നൊരുക്കുന്ന സൈനിക അഭ്യാസം വിൻബാക്സ് 2024. നെറ്റ്വർക്ക് ഇല്ലാതെയും കോൾ ചെയ്യാവുന്നതിനുള്ള D2D സാങ്കേതികവിദ്യ ആദ്യമായി പരീക്ഷിച്ച സ്ഥാപനം BSNL. രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം തണുപ്പ്. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും പ്രസ്താവിച്ച ഹൈക്കോടതി, കേരള ഹൈക്കോടതി. ഇന്ത്യൻ നാവികസേനയുടെ 2 മൾട്ടിപർപ്പസ് വെസൽ MPV പദ്ധതിക്ക് കീഴിൽ വിക്ഷേപിച്ച ആദ്യത്തെ കപ്പൽ സമർത്ഥക്. ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹി. അപൂർവ വൈകല്യമായ നെമാലിൻ മയോപ്പതി ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? എല്ലിൻ്റെ പേശികൾ. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി ആദ്യ സംയുക്ത ചെക്ക് പോസ്റ്റ് തുറന്നത്? ഉത്തരം ഡാരംഗ, അസം. എമിഗ്രേറ്റ് V2.0 വെബ് പോർട്ടലും മൊബൈൽ ആപ്പും ആരംഭിച്ച മന്ത്രാലയം ഏത്? വിദേശകാര്യ മന്ത്രാലയം. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ എന്ന ബഹുമതി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. തുടർച്ചയായ 2 2020-ൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം? ഉത്തരം സഞ്ജു സാംസൺ. ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വന്നത്? ഉത്തരം ഡൽഹി. എമിഗ്രേറ്റ് V2.0 വെബ് പോർട്ടലും മൊബൈൽ ആപ്പും ആരംഭിച്ച മന്ത്രാലയം ഏത്? ഉത്തരം വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്ത് വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾ വിലയിരുത്തുന്നതിനായി കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ VK മോഹനൻ കമ്മീഷൻ. കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി 16 വയസ്സായി നിശ്ചയിച്ച രാജ്യം ഓസ്ട്രേലിയ. 2024 നവംബറിൽ വിക്ഷേപിച്ച മിനിറ്റ് മാൻ 3 എന്ന മിസൈൽ ഏത് രാജ്യത്തിൻ്റേതാണ്? USA. വേൾഡ് ട്രാവൽ മാർക്കറ്റ് 2024 ഇവൻറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം? ഉത്തരം ലണ്ടൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയെ സഹായിക്കാൻ അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചത്? ഉത്തരം അഡ്വക്കേറ്റ് മീത സുധീന്ദ്രൻ. വൈറ്റ് ഹൗസിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് മേധാവിയാകുന്ന ആദ്യ വനിത? ഉത്തരം സൂസി വൈൽസ്. ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ വികസിപ്പിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയതും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതുമായ ഗാമാറേ ടെലിസ്കോപ്പ്? ഉത്തരം മേസ്. അബ്ദുറഹിമാൻ സാഹിബ് സ്മാരക പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് T. പത്മനാഭന്. 16-ാം ധനകാര്യ കമ്മീഷനിൽ ഉൾപ്പെട്ട മലയാളി വനിത? ഉത്തരം ആനി ജോർജ്. 2024 നവംബറിൽ വിടവാങ്ങിയ സാരംഗി ഇതിഹാസം? ഉത്തരം റാം നാരായണൻ. 2024 നവംബറിൽ കുടിയേറ്റം കുത്തനെ കൂടിയ സാഹചര്യത്തിൽ വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള സ്റ്റുഡൻറ് ഡയറക്റ്റ് സ്കീം നിർത്തലാക്കിയ രാജ്യം? ഉത്തരം കാനഡ. ഈശ്വര വിശ്വ പ്രജ്ഞാന ട്രസ്റ്റ് ഏർപ്പെടുത്തിയ GEP പുരസ്കാരത്തിന് 2024 അർഹനായത്? ഉത്തരം ശരത്, സംഗീത സംവിധായകൻ. 2024 നവംബർ 15 മുതൽ 18 വരെ നടക്കുന്ന കേരള സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൻ്റെ വേദി? ഉത്തരം ആലപ്പുഴ. സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ 1-ാം സ്ഥാനം നേടിയത്? മലപ്പുറം. 2024 നവംബറിൽ അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാൻ V. കമലാകർ റാവു. 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദിയായി തിരഞ്ഞെടുത്തത്? ഉത്തരം തിരുവനന്തപുരം. ഇന്ത്യയും ഓസ്ട്രേലിയയും ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസം? ഓസ്ട്ര ഹിന്ദ്. മലിനീകരണരഹിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്നത് ഓരോ പൗരൻ്റെയും മൗലികാവകാശമാണെന്ന് പ്രസ്താവിച്ച കോടതി? സുപ്രീം കോടതി. സംസ്ഥാനത്ത് ആദ്യ സീ പ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ച സ്ഥലം? ഉത്തരം കൊച്ചി. 2024 32-ാമത് SK പൊറ്റക്കാട് സാഹിത്യ അവാർഡിന് അർഹരായത്? ഗോപി പുതുക്കാട്, ഷൈമജ ശിവറാം, നിസാർ ഇൽത്തുമിഷ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത്? തിരുവനന്തപുരം. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്തത്? 2026. 2024 നവംബറിൽ അന്തരിച്ച മുൻ ഫിഷറീസ് ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തി? MT പത്മ. 2024 വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫിയുടെ ആതിഥേയത്വം വഹിക്കുന്ന നഗരം? ഉത്തരം രാജ്ഗീർ, ബീഹാർ. സുബൻസിരി ലോവർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ? അരുണാചൽ പ്രദേശ്, അസം.
ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം പുറത്തിറക്കിയ മഴ നിയന്ത്രണം സാധ്യമാക്കുന്നതും കൃത്രിമ മഴ പെയ്യിക്കുന്നതിനും ലക്ഷ്യമിട്ട് നടത്തുന്ന പദ്ധതി മിഷൻ മൗസം. ബഹിരാകാശ അഭ്യാസമായ അന്തരീക്ഷ് അഭ്യാസ് 2024 ഉദ്ഘാടനം ചെയ്തത്. ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യയിലുടനീളമുള്ള സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിടുന്ന ദേശീയ MSME ക്ലസ്റ്റർ ഔട്ട്റീച്ച് പ്രോഗ്രാം ആരംഭിച്ച മന്ത്രാലയം ധനകാര്യ മന്ത്രാലയം. ഈ വർഷത്തെ ബുക്കർ പ്രൈസിന് അർഹയായത് സാമന്ത ഹാർവേ. ജനന നിരക്ക് കുത്തനെ ഇടിയുന്നതോടെ മിനിസ്ട്രി ഓഫ് സെക്സ് എന്ന പുതിയ മന്ത്രാലയം രൂപീകരിക്കാൻ ഒരുങ്ങുന്ന രാജ്യം റഷ്യ. ISROയ്ക്ക് വേണ്ടി PSLV റോക്കറ്റും ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്ന കേരളത്തിലെ സ്വകാര്യ കമ്പനി ആനന്ദ് ടെക്നോളജീസ് ലിമിറ്റഡ് തിരുവനന്തപുരം. 2024 വർഷാന്ത്യത്തിൽ പുരുഷ ടെന്നീസിൽ 1ാം സ്ഥാനത്തെത്തുന്ന ഇറ്റാലിയൻ താരം യാനിക് സിന്നർ. US-ന്റെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാരിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചത് മൈക്ക് വോൾട്സ്. സംസ്ഥാനത്ത് 20 വയസ്സിൽ താഴെയുള്ള ടൈപ്പ് 1 പ്രമേഹബാധിതരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ തുടങ്ങിയ പദ്ധതി മിഠായി. രാജ്യത്ത് സീപ്ലെയിൻ സർവീസുകൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഉഡാൻ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡിന് അർഹനായത് സച്ചിൻ ബേബി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അവാർഡുകൾ പ്രഖ്യാപിച്ച സമഗ്ര സംഭാവനയ്ക്കുള്ള IV ദാസ് അവാർഡ് ലഭിച്ചത് M ലീലാവതിക്ക്. സംസ്ഥാനത്തെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം നേടിയത് പൊൻകുന്നം സെയ്ദ്. കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസുമായി സഹകരിച്ച് എവിടെയാണ് ഡ്രോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത്? കൊട്ടാരക്കര. ജനങ്ങളിലേക്കെത്താൻ ഒരുങ്ങുന്ന പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യൻ GPS സേവനം നാവിക്. ഇന്ത്യൻ ഓയിലിൻ്റെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് അർവിന്ദർ സിംഗ് സാങ്നി. സുപ്രീം കോടതിയുടെ സെക്രട്ടറി ജനറൽ ആകുന്നത് ഭരത് പരാശർ. സുപ്രീം കോടതിയുടെ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്ത്. 2024 നവംബറിൽ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ നേടിയ ഇന്ത്യക്കാരൻ നരേന്ദ്രമോദി. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കാൻ തീരുമാനിച്ച വ്യോമ പ്രതിരോധ സംവിധാനം പാൻസ്റ്റിർ വ്യോമ പ്രതിരോധ മിസൈൽ ഗൺ സിസ്റ്റം. മൗറീഷ്യസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡോക്ടർ നവീൻ റാം ഗുലാം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ മിസൈലായ ആകാശ് ആദ്യമായി കയറ്റുമതി ചെയ്ത രാജ്യം അർമേനിയ. കമലാദേവി ചതോപാധ്യായ NIF ബുക്ക് പ്രൈസ് 2024 നേടിയത് അശോക് ഗോപാൽ. തായ്ലാൻഡ് ടൂറിസത്തിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസഡറും ഓണറ്റി ടൂറിസം അഡ്വൈസറുമായി നിയമിതനായത് ആര്? സോനു സൂദ്. അന്താരാഷ്ട്ര T20യിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം സഞ്ജു സാംസൺ. രാജ്യാന്തര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ പേസ് ബോളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് അർഷദീപ് സിംഗ്. ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയത് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് കണ്ടെത്തിയത് പസഫിക് സമുദ്രത്തിൽ സോളമൻ ദ്വീപിൽ. 7 ഭൂഖണ്ഡങ്ങളിലെ 7 കൊടുമുടികൾ കീഴടക്കിയ ആദ്യ മലയാളി ഷെയ്ഖ് ഹസൻ. 2024 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷണം നടത്തിയ റോക്കറ്റ് പിനാക്ക വെപ്പൺ സിസ്റ്റം. ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിന് നൽകുന്ന ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ 2024 പുരസ്കാരം നേടിയ മലയാളി മഹ്മൂദ് കൂരിയ. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായ വനിത ഹരിണി അമരസൂര്യ. ഡൽഹിയിലെ സാറോയാലെ ഗാൻ എന്ന സ്ഥലത്തിന് പുതിയതായി നൽകിയ പേരെന്ത്? ബിർസ മുണ്ട ചൗക്ക്. അമേരിക്കയുടെ പുതിയ ആരോഗ്യ സെക്രട്ടറിയായി നിയമിതനായത് ആര്? റോബർട്ട് F കെനഡി ജൂനിയർ. റീസൈക്കിൾ ചെയ്ത PVC പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പുതിയ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. പെറുവിൽ ചൈനീസ് സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ഭീമൻ തുറമുഖം ചാൻകൈ തുറമുഖം. 2024 നവംബറിൽ യൂറോപ്യൻ യൂണിയൻ ഏത് കമ്പനിക്കെതിരെയാണ് 800 മില്യൺ യൂറോസ് പിഴയിട്ടത്? മെറ്റ. രഞ്ജി ട്രോഫിയിൽ ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് നേടിയ 3ാമത്തെ താരം ആരാണ്? അൻഷുൽ കാംബോജ്. 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? വിക്ടോറിയ കെജർ. സഞ്ചരിക്കുന്ന വിമാനത്തിനുള്ളിലും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഇന്ത്യയുടെ നൂതന ഉപഗ്രഹം GSAT N2. ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4. നൈജീരിയയുടെ 2ാം പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി നൈജർ ലഭിച്ച ഇന്ത്യക്കാരൻ നരേന്ദ്രമോദി.
2024 രാംനാഥ് ഗോയങ്ക സാഹിത്യ സമ്മാനം ലഭിച്ച എഴുത്തുകാരൻ ആര്? റസ്കിൻ ബോണ്ട്. വൈറ്റ് ഹൗസിന്റെ മാധ്യമ സെക്രട്ടറിയായി ചുമതലയേറ്റത് കരോളിൻ ലെവിറ്റ്. 2024 G20 ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. തെലങ്കാന ഉറുദു അക്കാദമിയുടെ സയ്യിദ് ഷഹീദി പുരസ്കാരത്തിന് അർഹയായ മലയാളി എലിസബത്ത് കുര്യൻ. 2024 വാട്ടർ പ്ലസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ആദ്യ കോർപ്പറേഷൻ ഏത്? തിരുവനന്തപുരം. പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് കെ സഞ്ജയ് മൂർത്തി. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് കൊല്ലം. കേരളത്തിൽ നിന്നുള്ള ആദ്യ കഥക് നർത്തകി ശരണ്യ ജസ്റ്റിൻ. 2024 ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടന്ന ശാസ്ത്രോത്സവത്തിൽ ജേതാക്കളായത് മലപ്പുറം. 2023 ഏറ്റവും അധികം ഹരിതഗൃഹ വാതകം പുറന്തള്ളിയ രാജ്യം ചൈന. ആമസോൺ സന്ദർശിക്കുന്ന ആദ്യ US പ്രസിഡന്റ് ജോ ബൈഡൻ. അമേരിക്കയിലെ ഊർജ്ജ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിതനാകുന്നത് ക്രിസ് റൈറ്റ്. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ എവിടെയാണ് സർവീസ് ആരംഭിക്കുന്നത്? ഹരിയാനയിലെ ജിൻഡ് സോനിപത് പാതയിൽ. 2024 കേസരി നായനാർ പുരസ്കാരം നേടിയത് നിലമ്പൂർ ആയിഷ. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയ പുരസ്കാരം രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനം കേരളം, ജില്ല കൊല്ലം. IT വികസനത്തിനായി ബജറ്റിൽ പ്രഖ്യാപിച്ച വർക്ക് നിയർ ഹോം പദ്ധതി ആദ്യത്തെ IT പാർക്ക് സജ്ജമാക്കുന്നത് കൊട്ടാരക്കര. 2024 നവംബറിൽ അന്തരിച്ച ഇന്ത്യൻ ക്ലാസിക് സിനിമ പതേർ പാഞ്ചാലിയിലൂടെ പ്രശസ്തയായ നടി ഉമ ദാസ് ഗുപ്ത. 2024 നവംബറിൽ അന്തരിച്ച കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആയ ബേസിക്കിൻ്റെ സഹസൃഷ്ടാവ് തോമസ് കുർട്സ്. 2025 നടക്കുന്ന 37ാമത് ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശൂർ. ടെന്നീസ് കരിയർ അവസാനിപ്പിച്ച സ്പാനിഷ് ഇതിഹാസ താരം റാഫേൽ നദാൽ. 50 അന്താരാഷ്ട്ര ഗോളുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ബാല ദേവി. കോംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ഈ വർഷത്തെ വാക്ക് മാനിഫെസ്റ്റ്. ഹഡിൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി 6ാം പതിപ്പിന് വേദിയാകുന്നത് കോവളം. പ്രളയക്കെടുതിയാൽ വലയുന്ന ഏത് രാജ്യത്തിനാണ് 20 ടൺ മാനുഷിക സഹായ പാക്കേജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്? നൈജീരിയ. ഇന്ത്യയുടെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് മൊഹാലി, പഞ്ചാബ്. കൊച്ചി മുസരീസ് ബിനാലെയുടെ ക്യൂറേറ്റർ ആയി തിരഞ്ഞെടുത്തത് നിഖിൽ ചോപ്ര. ഹോക്കി വനിതാ ഏഷ്യൻസ് ചാമ്പ്യൻസ് ട്രോഫി ചാമ്പ്യന്മാരായത് ഇന്ത്യ. ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ അവാർഡ് വിദേശഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് AR റഹ്മാന്. ചിത്രം ആടുജീവിതം. ഡൊണാൾഡ് ട്രംപിൻ്റെ ക്യാബിനറ്റിലേക്ക് വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമനം ലഭിച്ച വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റ് സ്ഥാപക ലിൻഡ മാക്മെൻ. ദി ഓർഡർ ഓഫ് എക്സലൻസ് അവാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച രാജ്യം ഗയാന. 2024 നവംബറിൽ നാശനഷ്ടം വിതച്ച മാൻ എന്ന സൂപ്പർ ചുഴലിക്കാറ്റ് ബാധിച്ച രാജ്യം ഫിലിപ്പീൻസ്. 2024 നവംബറിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചിക 2025 ഇന്ത്യയുടെ സ്ഥാനം 10. വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ വനിത റുമൈസ ഗെൽഗി. ലോകത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ വനിത ജ്യോതി അമഗെ. 2024 നവംബറിൽ അന്തരിച്ച അധ്യാപകനും സാഹിത്യകാരനും നാടകകൃത്തുമായ വ്യക്തി ഓംശ്ശേരി NN പിള്ള. ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. ഭിന്നശേഷിക്കാർക്ക് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നൽകുന്ന സർവശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം ലഭിച്ചത് അനന്യ ബിജേഷ്. WHO മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിക്കാൻ പോകുന്ന നഗരം തിരുവനന്തപുരം. മുനമ്പം വഖഫ് ഭൂമി പ്രശ്ന പരിഹാരത്തിന് നിയമിക്കപ്പെട്ട 3-അംഗ കമ്മീഷന് നേതൃത്വം നൽകുന്നത് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. 3D ബയോ പ്രിന്റിംഗിലൂടെ വികസിപ്പിച്ച ജീവകോശങ്ങളുടെ ബയോയിങ്കിന് രാജ്യത്തെ ആദ്യ പേറ്റന്റ് ലഭിച്ച സ്ഥാപനമേത്? ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. പ്രസാർ ഭാരതിയുടെ OTT ആപ്പ് വേവ്സ്. ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് 2024 നടന്നത് ന്യൂഡൽഹി.